കത്തുകളാണ്. ഒന്നാമത് 1981 നിത്യഗുരു എൻ്റെ മുത്തച്ഛൻ എഴുതിയ പനിയാറ രാമകൃഷ്ണക്കുറുപ്പ് എന്ന കുറുപ്പ് സാറിന് എഴുതിയതാണ്. 1981 ഡിസംബർ 4 അമേരിക്കയിലെ സർജാവോ എന്ന സ്ഥലത്ത് നിന്ന് എഴുതിയതാണ്. വരി ഇതാണ്: പ്രിയപ്പെട്ട കുറുപ്പ് സാറിന് ഈ കത്തിന് മറുപടി അയക്കാൻ ശ്രമപ്പെടേണ്ട ഒരു സന്തോഷത്തിന് വേണ്ടി ഇതെഴുതുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഷിങ്ടണിലെ സർജാവോ നാഷണൽ പാർക്കിലാണ്. അവിടെ 4 മഹാവൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. അതിൽ ഒരു വൃക്ഷത്തിന് അതിൻ്റെ ആയുസ് എത്ര എന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഋഷീശ്വരന്മാരും മറ്റും വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ ഒന്ന് അടുക്കി വയ്ക്കുന്നതിനും എത്രയോ മുമ്പ് ഈ വൃക്ഷരാജനുണ്ട്. ഈ വൃക്ഷരാജനെ ഞാൻ വന്നു തൊട്ടു, കെട്ടിപ്പിടിച്ചു, വന്ദിച്ചു. അതിനെ കെട്ടിപ്പിടിക്കുകയും വന്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ള് ഞാൻ ഒടുവിൽ സാറിൻ്റെ വീട്ടിൽ വന്ന് സാറിനെ കെട്ടിപ്പിടിച്ചപ്പോഴും ഉമ്മ വച്ചപ്പോഴും ഉണ്ടായിരുന്ന ആത്മതാളമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കൂടുതൽ നിർത്തുന്നില്ല. നിത്യതയിൽ ലയിച്ചിരിക്കുന്ന സത്യമാണ് എന്നും നിത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അവസാനിപ്പിച്ചു. 98 അദ്ദേഹം പിന്നീട് ഒരു 4 മാസം കൂടിയേ ഇവിടെ നമ്മളോടൊപ്പം ശരീരം കൊണ്ട് ജീവിച്ചുള്ളൂ. അല്ലാതെ അദ്ദേഹം ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട്. അന്ന് എനിക്കൊരു കത്തെഴുതി. പ്രിയപ്പെട്ട ജയചന്ദ്രൻ്റെ കത്ത് കിട്ടി. എനിക്ക് ഇന്ന് 75 വയസ്സ് തികയാണ്. വാർദ്ധക്യത്തിന് ചികിത്സയില്ലെങ്കിലും സ്നേഹനിർഭരമായ ക്ഷണം വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരിയുടെ സ്നേഹനിർഭരമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ജയചന്ദ്രൻ്റെ കത്ത് കിട്ടുന്നത്. കുറുപ്പ് സാറെങ്ങും പോയിട്ടില്ല. അന്തരീക്ഷത്തിലെ അന്തരീക്ഷമായി, വായുവിലെ വായുവായി, പ്രാണനിലെ പ്രാണനായി ഇന്നും പനയറയിലും പരിസരത്തും മന്ദസ്മേരവദനായിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ആ കുറുപ്പ് സാറിൻ്റെ പിന്മുറക്കാരനായി ജയചന്ദ്രനും വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ പേനയുടെ മേൽമൂടി എടുക്കാറില്ല. പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം അടച്ചു സൂക്ഷിച്ചു വച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓർത്തു നോക്കൂ, യാത്രയ്ക്ക് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്നാൽ അവനവൻ്റെ ആത്മാവ് പരബ്രഹ്മത്തിൽ ലയിക്കുവാൻ അവർ തന്നെ തീരുമാനിക്കുമ്പോൾ ലയിക്കപ്പെടുന്നതാണ് സമാധി എന്ന് പറയുന്നത്. ഗുരുദേവൻ മഹാസമാധിയായത് ഗുരുദേവൻ ഇച്ഛിച്ച സമയത്ത് തൻ്റെ ആത്മാവിനെ ഭഗവാനിലേക്ക്, പരബ്രഹ്മസ്വരൂപിലേക്ക് ലയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതാണ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കത്ത് നിർത്തുന്നു. ഞാൻ ഇന്നും എൻ്റെ ബാഗിലുണ്ട്. ആ ദൈവദശകത്തിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ അന്ന് കൺവെൻഷനിൽ അദ്ദേഹം ഒരു വലിയ കസേരയിലിരിക്കുമ്പോൾ ഒളിച്ചൊക്കെ നിൽക്കുന്ന എന്നെ വലത്ത് സൈഡിൽ പിടിച്ചിരുത്തി ഈ ചെവിയുടെ ഇതിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു. അന്നത്തെ ചെറുപ്രായത്തിലൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ 2-3 പുസ്തകങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അവസാനിപ്പിക്കാം. MT വാസുദേവൻ നായർ വേർപെട്ടു പോയി. MTയുടെ വീട് ആണല്ലോ പ്രധാനം. ജയപ്രകാശ് സാർ അത് മഞ്ഞ് എടുത്ത് സൂചിപ്പിച്ചുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പതിപ്പിൻ്റെ കവർ പേജ് കിട്ടുകയാണെങ്കിൽ ഒന്ന് മേടിച്ച് വായിച്ചു നോക്കണം. എത്ര കാവ്യാത്മകമായിട്ടാണ് നൈനീറ്റാളിലെ മഞ്ഞിൽ പെയ്തിറങ്ങിയത്. ഒരിക്കലും ആ കാലയളവിൽ MT കണ്ടതിന് ശേഷം പെയ്തിറങ്ങിയത് സാധാരണമായ മഞ്ഞിൻ്റെ കണമല്ല. പിന്നെ എന്താണ് അത്? വിമല എന്ന് പറയുന്ന MTയുടെ മാനസപുത്രിയുടെ പ്രണയാതുരമായ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും ശരീരനിബദ്ധമല്ല. പ്രണയം പ്രാണനെ ഉജ്ജ്വലിപ്പിക്കുന്നതാണ് പ്രണയം. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നല്ല ഹൈമത ഭൂവിൽ ഉല്ലസിച്ച് യുവയോഗി ഉൽഫുല്ല ബാലരവി പോലെ കാന്തിമാൻ ദിവാകരനെ നളിനി അങ്ങനെ പ്രണയിച്ചപ്പോൾ നളിനിയും ദിവാകരനും 2 അല്ല. അതാണ് പ്രണയം, 2 അല്ല, 1 മാത്രമാണ്. ശരിക്കുള്ള പ്രണയത്തിൽ 2 ശരീരമില്ല, ഒന്നേ ഉള്ളൂ. അത് ആത്മാവാണ്. ആ ആത്മാസ്വരൂപത്തിൻ്റെ ലയനമാണ് നമ്മൾ കേട്ട് കാണുന്ന നവരാത്രി ആഘോഷിക്കുന്നത്. അത് ശൈലപുത്രിയിൽ തുടങ്ങി ബ്രഹ്മചാരിണിയിലൂടെ ഇങ്ങനെ എത്തി മഹാഗൗരിയിലെത്തി 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയിലെത്തുന്നു. നമ്മൾ സുന്ദരമായി പഠിക്കേണ്ടതാണത്. ശൈലപുത്രി ആരാ? പാർവതിയാണ്. ബ്രഹ്മചാരിണി ആരാ? പാർവതിയാണ്. മഹാഗൗരി ആരാ? പാർവതിയാണ്. കാളരാത്രി ആരാ? തമിഴ്നാട്ടിൽ ലായേ ഉള്ളൂ. കാലരാത്രി ഭദ്രകാളി ആരാ? പാർവതിയാണ്.
ഒടുവിൽ സിദ്ധിദാത്രിയിൽ എത്തി നിൽക്കുമ്പോൾ പരമശിവന്റെ മുമ്പിൽ വെച്ച് സർവസിദ്ധികളും പരമശിവന് പകർന്നു കൊടുക്കുന്നു. ആലോചിച്ച് നോക്കണം, സർവസിദ്ധികളും പരമശിവന് പകർന്നു കൊടുക്കുന്നു. ആരാ? പാർവതീ ദേവിയുടെ സിദ്ധിദാത്രി സ്വരൂപം. സിദ്ധികളെല്ലാം അറിയാതിരുന്ന പരമശിവൻ ഈ സിദ്ധിയെല്ലാം കിട്ടിയപ്പോൾ തിരിച്ചു ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് തരേണ്ടതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഒന്നും തരേണ്ട. ലളിതാ സഹസ്രനാമം 999 നാമം എന്ന് പറയുന്ന ശിവശക്തി യോഗിനി എന്നാണ്. ശിവവും ശക്തിയും യോജിക്കുമ്പോഴാണ് രണ്ടാമതൊന്നില്ല, ഒന്ന് മാത്രമാകുന്നത്. അത് തന്നെയാണ് ഈ സിദ്ധി സർവ്വതും കൊടുത്തപ്പോഴേക്ക് ഭഗവാൻ ശിവൻ തിരിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും സിദ്ധി തന്നതിന് തിരികെ തരാതിരുന്നാലോ അത് പൂർണ്ണമാകില്ലല്ലോ. അപ്പോഴൊരു കാര്യം ചെയ്തോളൂ, എൻ്റെ ശരീരത്തിൽ തന്നെ കയറിയിരുന്നോളൂ എന്ന് പറയുന്നതിനപ്പുറം എന്ത് പുരാണവും സാഹിത്യവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്? അവിടെയല്ലേ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്? ഇതല്ലേ വലിയ കാര്യമായിട്ട് ചൈനീസ് മനോവിജ്ഞാനീയ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ യൂങ് എടുത്തിട്ട് അനിമാന്നും അനിമാസ് എന്നും എഴുതി വലിയ ആധുനികവൽക്കരിച്ചത് ഇത് തന്നെയല്ലേ? അപ്പോഴാ രണ്ടാമതൊന്നില്ല. ആ സിദ്ധിദാത്രിയുടെ ഒരു വല്ലാത്ത സ്വരൂപത്തിനെ ഉള്ളിലെടുത്തിട്ടാണ് ഗുരുദേവൻ ശാരദാംബയെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ താമരയ്ക്കുള്ളിൽ ദേവി വരുമ്പോൾ, അക്ഷരാത്മിക വരുമ്പോൾ, അക്ഷരം നിഷേധിച്ചവർക്ക് ദാ അക്ഷരം പഠിച്ചോളൂ, വേദം നിഷേധിച്ചവർക്ക് ദാ വേദം പഠിച്ചോളൂ, ജ്ഞാനം നിഷേധിച്ചവർക്ക് ദാ ജ്ഞാനം എടുത്തോളൂ. എല്ലാ വിളക്കുകളും ജ്ഞാനത്തിൻ്റെ നക്ഷത്രങ്ങളെ സർവ്വപേർക്കുമായി പകർന്നു കൊടുക്കുമ്പോൾ അദ്ദേഹം അവിടെ എഴുതി. എവിടെ എഴുതി? സരസ്വതി ശാരദാമ്മയുടെ പ്രതിഷ്ഠയോടൊപ്പം ചേർത്തുകൊണ്ട് ഹൃദയത്തിൽ എഴുതിയിട്ടു, ജനനി നവരത്നമഞ്ജരി. അതിൽ ഒരു വാക്ക് പഠിച്ചാൽ മതി, ആ കൃതിയിൽ നവരത്നമഞ്ജരിയിലെ എല്ലാം നമുക്ക് കിട്ടും. സല്ലാഭം അതുമതി, സല്ലാഭം അതുമതി, സല്ലാഭം സത്ത് ലാഭം, സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദം, സത്ത് ചിത്ത്, സത്ത് ശരിയായ മാനസം, മനസ്സ്, ആത്മാവ്, അത് മതി. അത് മതിയാകുമ്പോൾ അവിടെ എന്തു വരുന്നു? ജ്ഞാനം വരുന്നു. അവിടെ എന്തു വരുന്നു? സിദ്ധി വരുന്നു. അവിടെ എന്തു വരുന്നു? സംഗീതം വരുന്നു. അവിടെ എന്തു വരുന്നു? ശ്രുതി വരുന്നു. അവിടെ എന്തു വരുന്നു? ലയം വരുന്നു. ശ്രുതിയും ലയവും ചേർന്ന് വരുമ്പോൾ എന്തു വരുന്നു? സംഗീതം വരുന്നു. ആ സംഗീതത്തിൻ്റെ സ്വരൂപമായി ഭാരതത്തിൻ്റെ ചിന്താഗതി അനുസരിച്ചുകൊണ്ട് സംഗീത ദേവതയായ 10ാമത്തെ ദിവസം വിജയദശമി നാളിൽ അക്ഷരാത്മികയായി, സംഗീതാത്മികയായി, നാദാംബികയായി ആരാ? ശ്രീ സരസ്വതി പ്രത്യക്ഷപ്പെടുന്നു. ഇതിനപ്പുറം എന്താണ് നമുക്ക് ജ്ഞാനമായിട്ടുള്ളത്? ഇതിനപ്പുറം എന്ത് സാഹിത്യമാണ് നമുക്കുള്ളത്? അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗുരുദേവൻ കൊടിതൂക്കി മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ശങ്കരൻകുഴിയിൽ നിന്ന് ശിലാഖണ്ഡം എടുത്തിട്ട് ആ ശങ്കരനെ ഒരു ശിലയെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ച് അന്ന് വരെ ഉണ്ടായിരുന്നതിനെ മുഴുവൻ മാലിന്യങ്ങളെയും മാറ്റി 1888 ശിവരാത്രിയിൽ നമുക്കറിയാം ശിവനെ എന്തിനാ പ്രതിഷ്ഠിച്ചത്? ശിവം. ആ 3 ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ശിവം, സദാശിവം, പരമശിവം. ശിവം മംഗളകരം. സദാശിവം എപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തിനെ മംഗളകരമാക്കിക്കൊണ്ടിരിക്കുന്നത്. പരമശിവൻ. ഇത് 3 ഘട്ടം. ഈ 3 ഘട്ടം എന്ന് പറയുന്നത് ഭഗവാൻ ശിവന് ത്രിലോകമല്ല, ഭഗവാൻ ശിവന് 14 ലോകമല്ല, ഭഗവാൻ ശിവനുള്ള ലോകം 118 ലോകമാണ്. ഇത് ഹിമാലയ സാനുക്കളിൽ ഒരു കൂട്ടമായിരുന്നു കൊണ്ട് യോഗീശ്വരന്മാർ എത്ര കഠിന തപസ് ചെയ്തിട്ടാണ് ഈ ലോകത്തിലേക്ക് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഓങ്കാരത്തിന്റെ പൊരുളായി ആ ഊം എന്ന് പറയുന്ന പരബ്രഹ്മ ശബ്ദ സ്വരൂപമായ ഓങ്കാരത്തിന്റെ പൊരുളായ ശിവനെ, മംഗളകരമായ പരബ്രഹ്മ സ്വരൂപനെ അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ, കളവങ്കോട്ട് ഒപ്പം ചേർത്തുകൊണ്ട് കണ്ണാടി പ്രതിഷ്ഠിക്കുമ്പോൾ, കോലത്തുകരയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ, തലശ്ശേരി വിശ്വനാഥ ക്ഷേത്രമായി മാറുമ്പോൾ അവിടെയൊക്കെ തന്നെ അദ്ദേഹം ചേർത്ത് വച്ചത് ശിവം. എന്താ? നമശിവായ. ശിവം മംഗളകരം. നമശിവായ. ന എന്നാൽ ഭൂമി, മാ എന്നാൽ വെള്ളം, ശി എന്നാൽ അഗ്നി, വാ എന്നാൽ വായു, യാ എന്നാൽ
ആകാശം പഞ്ചഭൂതങ്ങളെ കൂട്ടിയെടുത്തുകൊണ്ട് ഒരൊറ്റ സ്വരൂപമായി ആത്മസ്വരൂപത്തിനെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് പരബ്രഹ്മ സ്വരൂപത്തിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിൽ അത് വെച്ച് തന്നിരിക്കുകയാണ്. അതാണ് ശിവശതകം എഴുതിയത്. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയാം. ശിവശതകം എത്ര പ്രാവശ്യം ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് വായിക്കുക. ത്രിസന്ധ്യ സമയത്തോ രാവിലെയോ പ്രാർത്ഥനാ മന്ത്രം മനസ്യൂതമായി ഉരുവിടുമ്പോൾ ഗുരുവിന്റെ ശിവശതകം ഒന്ന് വായിച്ചു നോക്കണം. ഒരു ദിവസം ഒരെണ്ണം മതി. അതിന്റെ അർത്ഥങ്ങളൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കണം. ആ ശിവശതകം വായിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്തുകൊണ്ട് വീണ്ടും വായിക്കുക. എന്താണെന്നറിയാമോ? ശിതംബരാഷ്ടകം. ഇതിനപ്പുറം എന്ത് സാഹിത്യമാണ് ഈ ലോകത്തുള്ളത്? 18 ഋഗ്വേദം 18-ാം അധ്യായത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? യഥാർത്ഥ കവി ഋഷിയാണ്, യഥാർത്ഥ ഋഷി കവിയുമാണ്. അതാണ് ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പരമകാരുണ്യവാനായ ജഗദ്ഗുരു ശ്രീ നാരായണ ഗുരുദേവൻ. ലോകത്ത് മുഴുവൻ ജ്ഞാനം പഠിപ്പിക്കാൻ, ശിവനെ പഠിപ്പിക്കാൻ, സദാശിവനെ പഠിപ്പിക്കാൻ, നടരാജമൂർത്തിയെ പഠിപ്പിക്കാൻ നടനം ചെയ്യുന്നത്. സാറിനറിയാം, ജയപ്രകാശ് സാറിനൊക്കെ അറിയാം. ശിവതാണ്ഡവം എന്ന് പറയുന്ന ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയുണ്ട്. അതൊന്ന് വായിക്കുക തന്നെ വേണം. ശിവതാണ്ഡവത്തിൽ ജി ശങ്കരക്കുറുപ്പ് പറയുന്നത് എന്താണെന്നറിയോ? ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഡമരുകം, ആ ഡമരുകം ഇങ്ങനെ ഒന്ന് എടുത്തു മാറ്റുമ്പോൾ ഒരു ഭാഗം പകൽ, ഒരു ഭാഗം രാത്രി, ഇങ്ങനെ എടുത്തു മാറ്റുമ്പോഴാണ് ലോകത്ത് രാവും പകലും ഉണ്ടാകുന്നത്. അതിന്റെ തൊങ്ങലുകളായി കിടക്കുന്നത് നക്ഷത്രങ്ങളാണ്. ആലോചിച്ചു നോക്കിയേ, ആ നക്ഷത്രങ്ങളാകുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, ഗുരുദേവൻ പറയുന്നു, സൃഷ്ടിയുടെ ആദ്യ കണം നമ്മുടെ ശരീരത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നതിനുള്ള വാസനാബലം, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുക, വാസനാബലം. ആ വാസനാബലം ഉണ്ടാകുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെ നിന്നോ ഡും ഡും എന്നൊരു ശബ്ദം കേൾക്കും. അതാണ് സൃഷ്ടിയുടെ ആരംഭം. മനുഷ്യൻ മാത്രമല്ല, സർവഭൂതാനി, ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ. അങ്ങനെയുള്ള ശിവനെ സല്ലാഭം അതുമതി എന്ന് ശാരദാംബയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞതുപോലെ മനഃശുദ്ധി അതുമതി. ശിവശതകം, അത് കഴിഞ്ഞ് ശിതംബരാഷ്ടകം ചൊല്ലുന്നതിൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. ലിംഗം 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 എന്ന് ആവർത്തിച്ചുകൊണ്ട്. എന്താ ലിംഗം? നമ്മൾ കാണുന്നുണ്ടല്ലോ ലിംഗപൂജ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് നിർത്താം. ഒന്ന് ശ്രദ്ധിക്കണം. ദാ ലിംഗം, ആ ലിംഗം ഇങ്ങനെ വച്ചിരിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ഒരു തോണി പോലിരിപ്പുണ്ട്. അത് ദേവിയാണ്, അത് സ്ത്രീത്വമാണ്, അത് പ്രകൃതിയാണ്. അതിലേക്ക് ലിംഗം വയ്ക്കുന്നു. അതെന്തിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ അത് യോനിയാണ്. യോനി, ലിംഗം. അതിന്റെ തൊട്ട് താഴെയായി എനർജി. അതാരാ? വിഷ്ണു. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് എന്താണ്? ഞാൻ ജനിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മരണവുമില്ല. അത് തന്നെയാണ് ഊർജതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത്. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരന്റെ ലിംഗവും ദേവീ സ്വരൂപവും ചേർന്നതാണ് ലിംഗം. ആ ലിംഗത്തിനെയാണ് ചിദംബരം എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിന്റെ സമാനതകളില്ലാത്ത ക്ഷേത്ര സ്വരൂപത്തിന് 10 കൈകളുമായി ഈ പ്രപഞ്ചത്തിന്റെ താളക്രമം തീരുമാനിക്കാൻ വേണ്ടി നടരാജമൂർത്തിയായ ശിവൻ നടനം ചെയ്യുമ്പോൾ 10 കൈകളാണ് ചിദംബരേശനുള്ളത്. അതൊരു അത്ഭുത ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠനായ ഋഷി എഴുതിയത് ഒന്ന് പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ ഒരാൾ വന്ന് മേടിച്ചുകൊണ്ട് പോയി ആ ബുക്ക്. 4 അധ്യായം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മടുത്തു. തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തിനാ ഇതൊക്കെ ചെന്ന് തൊടാൻ പോണേ എന്ന് പറഞ്ഞ ചിദംബരാഷ്ടകം. ആ 10 കൈകളുമായി നിൽക്കുന്ന നടരാജമൂർത്തിക്ക് തൊട്ടടുത്തൊരു പ്രതിഷ്ഠ കൂടിയുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്ത പ്രതിഷ്ഠ. അതെന്തെന്നറിയാമോ? ശൂന്യതയാണ്. ശൂന്യതയും പ്രതിഷ്ഠയാണ്. ഇതിനകത്തൊരു ശൂന്യതയുണ്ട്, അത് പ്രതിഷ്ഠയാണ്. ആ ശൂന്യത ഉള്ളിൻ്റെ പ്രതിഷ്ഠയാണ്. ശ്വാസം തീരുമാനിക്കുക. ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം തന്നെ പരബ്രഹ്മം. അതാണ് ഗുരുദേവന്റെ വേദാന്ത സൂത്രം 23-ാമത്തെ ശ്ലോകം പറയുന്നു, സൂത്രം പറയുന്നു, ആത്മന്യത് അത് ആത്മാവ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ ആത്മാവിന്റെ വികാസമാണ് സാഹിത്യം. ആത്മാവിന് ഹൃദ്യമായി തോന്നുന്നത്, ശുദ്ധിയായി തോന്നുന്നത് എന്തോ
അത് സാഹിത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാരുടെ കാൽപാദങ്ങളിൽ മുഴുവൻ തൊട്ട് വന്ദിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട മുനിനാരായണ പ്രസാദ് സ്വാമി, അദ്ദേഹം 2 വർഷം ഞാൻ വല്ലാതെ കിടന്നപ്പോൾ ഭ്രാന്തെടുത്ത് ഇവിടെ വന്നപ്പം എന്നെ പിടിച്ച് നെറ്റിയിലൊന്ന് തടവിയപ്പോൾ എൻ്റെ അസുഖം മാറി. സ്വാമിയുടെ കാൽപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.